ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് മൂക്കുതല ഭഗവതിയെക്കുറിച്ചാണ്. വാതരോഗ ശമനത്തിന് ഗുരുവായൂരമ്പലത്തിൽ ഭജനമിരുന്ന് ഭാഗവതം സംക്ഷേപിച്ച് മധുരതരമായ നാരായണീയം എന്ന മഹാകാവ്യം എഴുതി ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുള്ള ഐതിഹ്യം പ്രസിദ്ധമാണല്ലോ. രോഗമുക്തനായ അദ്ദേഹം തുടർന്നും പല രചനകൾ നടത്തി വേദാന്ത ദർശനത്തിനും സംസ്കൃത സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഭക്തി സംവർദ്ധന യോഗം, സർവമത സംഗ്രഹം, മാനമേയോദയം, ഭാഗവതൈകാദശസാരം, കൃഷ്ണചരിത സംക്ഷേപം തുടങ്ങിയ കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ അന്ത്യദശയിൽ അദ്ദേഹം ശരണാഗതി അടഞ്ഞത് ദേവീപാദങ്ങളിലാണ്. ആപതി കിം കരണീയം എന്ന ചോദ്യത്തിന് ശ്രീ കാക്കശ്ശേരി ഭട്ടതിരി സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് മറുപടി നൽകിയിട്ടുള്ളത് സുവിദിതമാണല്ലോ. അതുപോലെ ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിയും മുക്തി തേടി ശ്രീ മൂക്കുതല ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ മനസ്സുറപ്പിച്ചു. ദേവിയുടെ തൃപ്പാദങ്ങൾ മാത്രം വർണ്ണിച്ചുകൊണ്ട് 70 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു കാവ്യം ശ്രീ മേൽപ്പത്തൂർ അക്കാലയളവിൽ രചിച്ചിരുന്നു. ശ്രീപാദ സപ്തതി എന്നറിയപ്പെടുന്ന പ്രസ്തുത കാവ്യം ചില ശ്രീദേവ്യുപാസകർ ദേവീമാഹാത്മ്യത്തിന് സമം പ്രാധാന്യം നൽകി പാരായണം ചെയ്തു പോരുന്നുണ്ട്. ശ്രീപാദ സപ്തതി എന്ന കൃതിക്ക് പുറമെ ശ്രീ മൂക്കുതല ഭഗവതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു ഷോഡശ കീർത്തനവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മൂക്കുതലയിൽ ഭജനമിരുന്ന അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ ഉടലോടെ സ്വർഗം പൂകി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ എടപ്പാളിന് സമീപം ചങ്ങരംകുളത്ത് നിന്നും 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് മൂക്കുതല ക്ഷേത്രം. ഗ്രാമീണ ഭംഗി കൈമോശം വന്നിട്ടില്ലാത്ത പ്രദേശം. 3 ദേശങ്ങളുടെ പാതകൾ സംഗമിക്കുന്ന കവല മുക്കവല ആയെന്നും അത് ലോപിച്ച് മൂക്കോല ആയെന്നും കരുതുന്നു. മൂക്കോല എന്നുകൂടി ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. മേൽപ്പത്തൂർ മുക്തിസ്ഥലേശ്വരി എന്നാണ് കാവ്യങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. മൂക്കുതല മുക്തിസ്ഥലമായിട്ടാണ് അദ്ദേഹം കണ്ടത്. 7 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സങ്കേതം ഒരു ചെറിയ വനപ്രദേശത്തിൻ്റെ പ്രതീതിയിലാണ്. ക്ഷേത്രത്തെ ചുറ്റി സസ്യസമ്പന്നമായ ഒരു കാവുണ്ട്. ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി, നിത്യപൂജ, പ്രതിഷ്ഠ, ക്ഷേത്രാചാരങ്ങൾ തുടങ്ങിയവ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അഷ്ടബന്ധം ഇട്ടു പ്രതിഷ്ഠ ഉറപ്പിച്ചിട്ടില്ല. ഉപദേവന്മാരാരും ക്ഷേത്രത്തിലില്ല. മണികൊട്ടിയുള്ള പൂജ വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കു തന്ത്രിസ്ഥാനം വഹിക്കുന്ന അണിമംഗലത്തുകാർ മാത്രമേ നടത്താറുള്ളൂ. നിത്യവും മലർനിവേദ്യം നടത്തുന്നതിനുള്ള മലർ അന്നന്ന് വറുത്തെടുക്കണം. വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കുള്ള പൂജയ്ക്ക് തന്ത്രി ക്ഷണിക്കാതെ തന്നെ എത്തണം. അങ്ങനെ നീളുന്നു ക്ഷേത്രത്തിലെ അപൂർവതകൾ. ക്ഷേത്രത്തിനു പുറകിൽ ആദിശങ്കരൻ്റെ തപസ്ഥാനം പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ ആചാര്യസ്വാമികളുടെ ഒരു പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആദിശങ്കരൻ ജ്യോതിയിൽ ദർശിച്ച മറ്റു ചൈതന്യങ്ങളെ ക്ഷേത്രത്തിനടുത്ത് മറ്റു സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതായി കരുതുന്നുണ്ട്. ശ്രീ ദുർഗാദേവി മൂക്കുതല ക്ഷേത്രത്തിന് വലതുമാറി മറ്റൊരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ആ ക്ഷേത്രം കീഴേക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ സന്നിധി മേലേക്കാവ് എന്നും അറിയപ്പെടുന്നു. മേലേക്കാവിൽ നിന്നും കീഴേക്കാവിലേക്ക് പോകുന്ന ഒരു ചെറിയ പാതയുണ്ട്. അവിടെ ഒരു സ്ഥാനത്ത് വെച്ചാണ് മേൽപ്പത്തൂർ സ്വർഗം പൂകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മേൽപ്പത്തൂരിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ പാത സഞ്ചാരിയോഗ്യമാക്കി തീർത്തത് കാശി നമ്പീശൻ എന്നു പേരായ ഒരു ഭക്തോത്തമനായിരുന്നു. മേലേക്കാവും കീഴേക്കാവും 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആചാര്യസ്വാമികൾ ദർശിച്ച ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠ ചെയ്തത് കണ്ണമ്പള്ളി ക്ഷേത്രത്തിലാണ്. ശ്രീ ആൾവാഞ്ചേരി തമ്പ്രാക്കളുടെ നിയന്ത്രണത്തിലാണ് കണ്ണമ്പള്ളി ക്ഷേത്രഭരണം. മേലേക്കാവിൽ നിവേദിക്കുന്നതിൽ ഒരംശം കണ്ണമ്പള്ളി ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതത്രേ. കുറച്ചു മാറി കോളാഞ്ചേരിയിൽ ശ്രീ നരസിംഹമൂർത്തിയുടെയും രക്തേശ്വരത്ത് ശ്രീ മഹാദേവൻ്റെയും കരുവാറ്റിൽ ശ്രീ ശാസ്താവിൻ്റെയും സ്ഥാനങ്ങൾ കാണുന്നു. മൂക്കുതല ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ കുറിക്കുന്ന ഐതിഹ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ളത് ശ്രീ ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിനാണ്. ഭാരത പര്യടനത്തിന് പുറപ്പെട്ട ശ്രീ ആചാര്യസ്വാമികൾ നരണിപ്പുഴ കടന്ന് സഞ്ചരിക്കുമ്പോൾ ഒരു ദിവ്യപ്രഭ ആ പ്രദേശത്ത് കണ്ടു അത്രേ. ഉടനെ ആചാര്യസ്വാമികൾ ശ്രീ
അഘോരരുദ്രനെ ധ്യാനിച്ചു. ആ ജ്യോതിസ് ശ്രീ രുദ്രന്റെ രൂപത്തിൽ ദർശനമരുളിയെങ്കിലും പ്രഭ കെട്ടടങ്ങിയില്ല. തുടർന്ന് ശ്രീ നരസിംഹസ്വാമി, ശ്രീ ഭദ്രകാളി, ശ്രീ ദുർഗാദേവി, ശ്രീ ശാസ്താവ് തുടങ്ങിയ ദേവതകളെയൊക്കെ ധ്യാനിച്ചു. അതാത് രൂപങ്ങൾ ആ ജ്യോതിയിൽ അദ്ദേഹം തെളിഞ്ഞു കണ്ടുവെങ്കിലും മൂലചൈതന്യം എന്തെന്ന് അപ്പോൾ ബോധ്യമായില്ല. ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ആ ചൈതന്യത്തിനരുകിൽ ധ്യാനനിരതനായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പുരോഭാഗത്ത് മൂലചൈതന്യം പ്രത്യക്ഷീഭവിച്ചു. ജഗദ്ധാത്രിയായ ശ്രീ ഭഗവതി മഹിഷശിരസിന്മേൽ ചുവടുറപ്പിച്ചു 4 തൃക്കൈകളിൽ ഇടതുകരം അരയിൽ ബന്ധിച്ചും ഇതര കരങ്ങളിൽ ശൂലം, വക്ര, ഖഡ്ഗം, ഫലകം എന്നിവ ധരിച്ചും കൊണ്ടുള്ളതായിരുന്നു ആ രൂപം. ആ രൂപത്തിൽ തന്നെ ആചാര്യസ്വാമികൾ അവിടെ പ്രതിഷ്ഠ ചെയ്തുവെന്നാണ് വിശ്വാസം. പുല്ലരിയാനെത്തിയ ചെറുമിയുടെ അരിവാളിൻ്റെ വെട്ടുകൊണ്ട് ഒരു സ്വയംഭൂസ്ഥാനത്ത് നിന്നും നിണം വാർന്ന കഥയും പ്രചാരത്തിലുണ്ട്. ചരിത്രപരമായ വീക്ഷണത്തിൽ മൂക്കുതല ക്ഷേത്ര സങ്കേതം ആദിമരുടെ കാവായിരിക്കാനാണ് സാധ്യത. കാവ് വൈദികവൽക്കരിക്കപ്പെട്ടപ്പോൾ ആവിർഭവിച്ചതാവണം ശ്രീ ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ആദിശങ്കരനെയും മേൽപ്പത്തൂരിനെയും കൂടാതെ മറ്റു പല മഹാപണ്ഡിതന്മാരും കവികളും മൂക്കുതല ദേവിയെ ഭജിച്ചിട്ടുണ്ട്. ശ്രീ കാക്കശ്ശേരി ഭട്ടതിരി ദേവിയുടെ തികഞ്ഞ ഭക്തനായിരുന്നു. ശ്രീ ഉദ്ദണ്ഡശാസ്ത്രികൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ശ്ലോകം ചമച്ചത് പ്രസിദ്ധമാണ്. ശ്രീ പൂന്താനം നമ്പൂതിരിയും ക്ഷേത്രത്തിൽ ഭജനം പാർത്തിട്ടുണ്ട്. സാഹിത്യവാസന ഉണ്ടാകാൻ ദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ശ്രീ കുഞ്ചൻ നമ്പ്യാരുടെ സഹോദരൻ ശ്രീ രാമപാണി വാദർ ക്ഷേത്രത്തിലെ നിത്യസന്ദർശകനായിരുന്നു. ശ്രീ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയാണ് ക്ഷേത്രത്തിലെ മേൽക്കൂര ചെമ്പ് മേയിച്ചത്. ശ്രീ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, മഹാകവി ശ്രീ ഉള്ളൂർ, ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി തുടങ്ങി ഒട്ടേറെ കവികൾ ദേവിയെ ഭജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവണം വൃശ്ചിക കാർത്തികയ്ക്കു പുറമെ നവരാത്രിയും ക്ഷേത്രത്തിൽ ആഘോഷിക്കാറുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റി ഉള്ള കാവിൽ അധികമായി വഴ എന്നൊരു വൃക്ഷമാണ് കാണുന്നത്. വഴയുടെ ഇലകൾ ആരും അടർത്താറില്ല. അതേസമയം ഞെട്ടറ്റു പതിക്കുന്ന ഇലകൾ ഭക്തർ ഒരു ദിവ്യവസ്തു പോലെ എടുത്ത് സൂക്ഷിക്കുന്നു. ദേവീമാഹാത്മ്യം ഗ്രന്ഥം പോലെ പവിത്രമാണ് ദേവീസന്നിധിയിലെ വഴപത്രം എന്നാണ് ഭക്തരുടെ മതം. ദേവീബിംബം ഇവിടെ ഉറപ്പിച്ചിട്ടുള്ളതല്ലെന്ന് പറഞ്ഞുവല്ലോ. വിഗ്രഹം സ്ഥാപിച്ച ഭാഗത്തെ തറയിൽ പീഠമില്ല. നിന്നും ചില കാലയളവിൽ എടുക്കുന്ന ചുരുക്കം ചില കല്ലുകൾ വളരെ ദിവ്യത്വം ഉള്ളതായിട്ടാണ് കരുതുന്നത്. മൂക്കോലക്കല്ല് എന്ന് ഇത് പ്രസിദ്ധവുമാണ്. ഈ കല്ലുകൾ ലോഹം പൊതിഞ്ഞ് പലരും ദേഹത്ത് ധരിക്കാറുണ്ട്. അമ്മേ നാരായണ. നമസ്കാരം.